ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി സത്യയെ ചോദ്യം ചെയ്യുന്നു. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് ശാലിനി സത്യമോട് ചോദിക്കുമ്പോൾ സത്യ പറഞ്ഞു, തല പോയാലും കള്ളം പറയരുത് എന്ന്. അത് കേട്ടതും ശാലിനി ചോദിച്ചു, എന്നിട്ട് നീ എന്തായി ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനിയുടെ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെ തലകുനിച്ച് സത്യ നിന്നു. ഇത് കണ്ടതോടെ ശാരദാമ്മ പറഞ്ഞു, ഇടി മോളെ, കൊച്ചിന് ഒരു അബദ്ധം പറ്റിയതല്ലേ, അവൾ കുഞ്ഞല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ഈ കുഞ്ഞാ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത്, അമ്മ കണ്ടതല്ലേ. എൻ്റെ മുന്നിൽ തലകുലിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നവരുടെ മുന്നിൽ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. ആരാ അതിന് കാരണം? എൻ്റെ മകള് തന്നെ, എൻ്റെ പുന്നാര മോള് കാരണം അല്ലേ? അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞ്, പോട്ടടി, കുഞ്ഞല്ലേ അവള് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി ചോദിച്ചു, കുഞ്ഞാണോ ഈ കാഴ്ചയെല്ലാം ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? അവൾ എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു അവളെ ഇവിടെ കാട്ടിക്കൂട്ടിയത്? എന്നോട് പറയണ്ട, പപ്പിമോൾ ഇവിടെ വന്ന വിവരം എന്നോട് പറയണ്ട, പോട്ടെ, പക്ഷേ അമ്മയോടെങ്കിലും പറയാമായിരുന്നല്ലോ കാര്യം എന്ന് ശാലിനി ദേഷ്യത്തോടെ ചോദിക്കുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു ഇവിടെ കാണിച്ചു വിട്ടത്? അവൾക്ക് ഹോംവർക്ക്, പിന്നെ രണ്ടുപേർക്കും കൂടി കഴിക്കാനായിട്ട് പോഷകാഹാരമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം, എല്ലാം ഇപ്പൊ കഴിഞ്ഞല്ലോ അല്ലേ? തൃപ്തിയായല്ലോ നിനക്ക്? എല്ലാവരുടെയും അമ്മയുടെ ശത്രുക്കൾക്ക് മുന്നിൽ അമ്മയെ കുറ്റപ്പെടുത്താനും അമ്മയെ ഇനി മോശക്കാരിയാക്കാനും എൻ്റെ മകൾ തന്നെ അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ വേഗം ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, എടി മോളെ, സാരമില്ല, കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നീ പറഞ്ഞല്ലോ മോളെ, ഇപ്പോൾ നീ വഴക്ക് പറഞ്ഞല്ലോ. സച്ചേ, ഒരു കാര്യം നീ ആലോചിച്ച് നോക്കിയേ, പപ്പിയും സത്യമോളും കൂടി ചെയ്തത്, സത്യത്തിൽ അവരങ്ങനെ ചെയ്ത് എന്തിനു വേണ്ടിയാ? അതിൻ്റെ കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് വേണ്ടി തന്നെയല്ലേ അവർ രണ്ടുപേരും ഇതെല്ലാം ചെയ്തത്? പിന്നെ സത്യാമ്മ ഈ നാട് മുഴുവൻ കുഞ്ഞിനെ കാണാതെ അവരാശങ്കയോടെ അലഞ്ഞു തിരിയേണ്ടി വന്നു. അതിൻ്റെ ദേഷ്യ സത്യാമ്മ പ്രകടിപ്പിച്ചത്. അത് കേട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതവർക്ക് വേണം, അല്ലെങ്കിലും അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ, അവർ കുറച്ച് കിടന്ന് സങ്കടപ്പെടണമായിരുന്നു എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അത് കേട്ടതും ശാലിനി ഒന്ന് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണനെ നോക്കിയിട്ട് ഉടനെ ശാലിനി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, എന്നെ തല്ലാനുള്ള വടി ഞാൻ തന്നെ എല്ലാവരുടെയും കയ്യിൽ കൊടുത്തു, അത്ര തന്നെ എന്ന് പറഞ്ഞു ശാലിനി അവിടെ ഇരുന്ന് അരപ്രസിലിരുന്ന് സങ്കടപ്പെടുമ്പോൾ സത്യ വേഗം ശാലിനിയുടെ അരികിലേക്ക് വന്ന് ഏത്ത് വിട്ടിട്ട് പറഞ്ഞു, സോറി അമ്മേ, പപ്പിമോള് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പപ്പിയുടെ പ്ലാനായിരുന്നു ഇത്. ഞാനൊന്നും പറഞ്ഞിട്ടല്ല പപ്പി ഇങ്ങനെയൊക്കെ ചെയ്തത്. പപ്പി അവിടെ നിന്ന് പോരുകയാണെങ്കിൽ കല്യാണ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കല്യാണം നടത്തില്ലല്ലോ എന്നായിരുന്നു അവൾ പറഞ്ഞത്. അത് ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. അതാ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തത് എന്ന് സത്യ പറഞ്ഞു. അല്ലാതെ വേറൊന്നും അല്ലമ്മേ ഞാൻ ചെയ്തത് എന്ന് സത്യ മറുപടി പറഞ്ഞു. സോറി അമ്മേ എന്ന് പറഞ്ഞ് ഏത്ത് വിട്ടുകൊണ്ട് അങ്ങനെ സത്യ നിൽക്കുന്നത് കാണുമ്പോൾ ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞു, കണ്ടില്ലേടി ആ പാവം കുഞ്ഞുങ്ങളുടെ മനസ്സ്. അവര് സത്യത്തിൽ ഈ ചെയ്തതും സത്യമോളും പപ്പിമോളും ഇതൊക്കെ ചെയ്തത് ആർക്കു വേണ്ടിയാ? നിനക്ക് വേണ്ടി തന്നെയല്ലേ, നിന്റെ നല്ലതിനു വേണ്ടി മാത്രം. എന്നിട്ട് നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചു. എല്ലാം മുകളിലൊരാൾ കാണുന്നുണ്ട്. അച്ഛനും അമ്മയും മക്കളും ഒന്നിക്കണം എന്നുള്ളത് അത് ഈശ്വര നിശ്ചയമായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമുക്കായിട്ട് ഈശ്വരൻ്റെ തീരുമാനങ്ങളെയും നിശ്ചയങ്ങളെയും തടുക്കാൻ നമുക്കായിട്ട് സാധിക്കില്ലല്ലോ എന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുന്നു. അതെല്ലാം കേട്ടിട്ട് ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സത്യമോളെ നോക്കി ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു, മോളിങ്ങനൊരു കാര്യം ചെയ്തെങ്കിൽ അത് നല്ലതിനു വേണ്ടി മാത്രമാണെന്നും അത് ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നുവെന്നും കുട്ടികൾ ദൈവതുല്യരാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവരാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ ശാലിനി കലിയോട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും സത്യമോളാകെ വിഷമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ശാരദാമ്മയാകെ സങ്കടത്തോടെ ആ അരപ്രസിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് വന്ന സത്യ ചോദിച്ചു, ശാരദാമ്മ, ഇതൊക്കെ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് എന്തിനാ ശാരദാമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മയ്ക്ക് എന്തുകൊണ്ടാ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് ശാരദാമ്മ അങ്ങനെ പറഞ്ഞത്? എന്താ കാര്യം? എല്ലാം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയാനുള്ള കാരണം എന്ന് സത്യ ചോദിച്ചതും പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ കേട്ടുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, പറഞ്ഞു കൊടുക്കേ ശാരദങ്ങയോട്ട് എന്ന് പറഞ്ഞതും പിന്നെ ശാരദാമ്മ പറഞ്ഞു, അത് പിന്നെ എൻ്റെ പൊന്നുമോളെ, അത് ശാരദാമ്മ മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പൊന്നുമോള് വന്നേ, ശാരദാമ്മ മോൾക്ക് ഭക്ഷണം എടുത്തു തരാം എന്ന് പറഞ്ഞ്
ശാരദ വേഗം വിഷയം മാറ്റി സത്യമോളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറി പോന്നു. അപ്പോഴേക്കും ശ്യാമ കുഞ്ഞുമായി സത്യാമ്മ വരുന്നതും കാത്ത് വാതിൽക്കൽ നിൽക്കുകയും അതുപോലെ തന്നെ രോഹിത്തും രാഘവൻ നായരും പിള്ളാച്ചനുമൊക്കെ അവിടേക്ക് സത്യഭാമയുടെ വണ്ടി വരുന്നതിനായി കാത്തു നിന്നു. അപ്പോഴേക്കും കാറ് വന്നു നിന്നതും കാറിൽ നിന്ന് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ സത്യഭാമയും ഇറങ്ങി. അതിനുശേഷം പപ്പിമോളെ പിടിച്ചിറക്കാൻ ശ്രമിക്കുമ്പോൾ പപ്പിമോള് വേണ്ട, ഞാൻ വരില്ല എന്ന് തന്നെ പറഞ്ഞു. എനിക്ക് അവിടെ നിന്നാൽ മതി, എന്നെ അങ്ങോട്ട് കൊണ്ടുപോ എന്ന് പറഞ്ഞ് പപ്പി ബഹളം വെച്ചു. പപ്പിയെ കാറിൽ നിന്ന് പിടിച്ചിറക്കാനായി സത്യഭാമ ശ്രമിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞ് ബലമായി പപ്പിമോളെ പിടിച്ചു വലിച്ച് അങ്ങനെ കൂട്ടിക്കൊണ്ടു വരുന്നതിനിടയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞ് സത്യഭാമ പപ്പിമോളെ പിടിച്ച് ആ നിലത്തേക്ക് തള്ളിയിട്ടു. അത് കണ്ട ശ്യാമ ഓടി വന്ന് പപ്പിയെ പിടിച്ച് നിൽപ്പിച്ചു. ഉടനെ സത്യഭാമ പപ്പിയോട് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നീ കാട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ലെങ്കിലും കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അല്ലേ മകള് എന്ന് പറഞ്ഞ് ശ്യാമയെ നോക്കി സത്യഭാമ കുറ്റം വിടുന്നു. അങ്ങനെ സത്യഭാമ ശ്യാമയെയും കുഞ്ഞിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ രോഹിത് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സത്യാമ്മേ, അവള് കുഞ്ഞു വെച്ചല്ലേ, അവൾക്ക് എന്തറിയാം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സത്യഭാമ പറഞ്ഞു, കുഞ്ഞു വെച്ചോ, ഇവളുടെ കൊച്ചു ബുദ്ധിയോ, ഇവൾക്ക് കൊച്ചു ബുദ്ധിയൊന്നുമല്ല, ആന ബുദ്ധിയാണ്, കാട്ടാനയുടെ ബുദ്ധി എന്ന് സത്യാമ്മ പപ്പിമോളെ നോക്കിയിട്ട് പറയുന്നു. അത് കേട്ട് നിന്ന രാഘവൻ നായരും മറ്റെല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ രോഹിത്തിനോട് ചോദിച്ചു, ഇവിടെ നിന്റെ മോള് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമ്പോഴേ അതിൻ്റെ ഗൗരവം മനസ്സിലാവുമെന്ന് സത്യഭാമ പറയുമ്പോൾ ഇത് കേട്ട രാഘവൻ നായർ പറഞ്ഞു, അതെ, ഇനി നീയായിട്ട് പ്രത്യേകിച്ച് അക്കാര്യം വിശദീകരിക്കേണ്ടതില്ല. കുടുംബശ്രീയിൽ നിന്ന് ശ്യാമ വഴി ഞങ്ങൾ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇനി നീ എന്തൊക്കെയാ കുഞ്ഞിനോട് പരാക്രമം കാട്ടുന്നതെന്ന് അറിയാനായിട്ടാണ് ഞങ്ങളിവിടെ കാത്തു നിന്നത് തന്നെ എന്ന് രാഘവൻ നായർ അറിയിച്ചു. അപ്പോഴേക്കും സത്യഭാമയുടെ അരികിൽ നിന്ന് പപ്പിമോളുടെ അരികിലേക്ക് വിഷ്ണു ചെന്നു. അയ്യോ, വിഷ്ണു അച്ഛൻ്റെ പപ്പിമോള് പേടിച്ചു പോയോ? സാരമില്ല കേട്ടോ, വാ, വിഷ്ണു അച്ഛൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിമോളെ തോളെ കയറ്റി കിടത്തിയിട്ട് പപ്പിമോളെ എടുത്തുകൊണ്ട് വിഷ്ണു അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് പുറത്ത് നിന്ന രോഹിത്തും ശ്യാമയും കൂടി നേരെ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. അപ്പോഴാണ് അവിടെ നിന്ന് വലിയച്ഛനെ കണ്ടിട്ട് പപ്പിയാകെ സങ്കടത്തോടെ വിഷ്ണു അച്ഛനോട് ചോദിച്ചു, നല്ല വിഷ്ണു അച്ഛാ, ഞാൻ ഇന്ന് ഇവിടെയാണോ കിടക്കുക എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, എൻ്റെ പൊന്നുമോള് ഇന്ന് വിഷ്ണു അച്ഛൻ്റെ കൂടെയാ, ബാ, വിഷ്ണു അച്ഛനെ ഒരു സൂത്രം കാട്ടിത്തരാം എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിമോളെ എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോകുന്നു. അപ്പോഴേക്കും സത്യഭാമ അവിടുന്ന് മുറ്റത്ത് നിന്നെടുത്ത് നിന്ന് വേഗം വലിയ ഗൗരവത്തോടെ അകത്തേക്ക് കയറി വന്നു. വാതിക്കൽ കാർത്തിക നോക്കി നിൽക്കുന്നത് കണ്ട് സത്യഭാമ കാർത്തികയോട് കയറി വാ മോളെ എന്ന് പറഞ്ഞ് കാർത്തികൻ വിളിച്ചുകൊണ്ട് സത്യഭാമ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ സിറ്റൗട്ടിൽ നിന്ന് പറഞ്ഞു, ഒന്ന് നിൽക്കണം. പെട്ടെന്ന് സത്യഭാമ പിന്തിരിച്ച് നോക്കിയതും രാഘവൻ നായർ ചോദിച്ചു, അല്ല, നീ ഇപ്പം കാട് കുലുക്കിയതുപോലെ ആ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നല്ലോ. ഭാമേ, ഇത്രയൊക്കെ ആയിട്ടും നിന്റെ ഈ തീരുമാനം ഒന്ന് മാറ്റി ചിന്തിച്ചൂടെ? വിഷ്ണുവിൻ്റെ വിവാഹ കാര്യത്തിൽ നിനക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സത്യഭാമ പറഞ്ഞു, ഇല്ല രാഘവേട്ട, വിഷ്ണുവിൻ്റെ വിവാഹക്കാര്യം ഞാൻ തീരുമാനിച്ചത് തന്നെയാണ്. ഇനി ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇല്ല, ഇങ്ങനൊരു വിവാഹം നടക്കരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ വിഷ്ണുവിൻ്റെ വിവാഹം മധുശ്രീയുമായിട്ട് ഉറപ്പിക്കുകയും ആ വിവാഹം നടത്താനായി അവനെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ അന്ന് അവൻ എൻ്റെ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടി. പിന്നീട് അവൻ വരുന്നത് ദാ ഇവളെയും കൂട്ടിക്കൊണ്ടാണ്. വെറുതെ അല്ലല്ലോ കൈയും വീശിക്കയറി വരുന്നത്. കഴുത്തിൽ ഒരു മാലയും ദാ ഈ താലിയും കഴുത്തിലിട്ടു, പൂമാലയും ഈ താലിയും ഇട്ട് കൊടുത്തുകൊണ്ടാണ് അവനിവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് കാർത്തികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി കാണിച്ച് സത്യഭാമ പറയുന്നു. ഈ താലിക്ക് ഒരു പവിത്രതയുണ്ട്, ഒരു സത്യമുണ്ട്. അതുകൊണ്ടാണ് ആ താലി ഇപ്പോഴും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ താലി കഴുത്തിൽ തന്നെ ഭദ്രമായി കാർത്തികയുടെ കഴുത്തിൽ കിടക്കുന്ന പോലെ ആ താലി ഇപ്പോഴും അവളുടെ കഴുത്തിൽ കിടക്കുന്നത് അത് ദൃഢമാക്കാനായി ഞാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ വിഷ്ണുവിൻ്റെ ഭാര്യ കാർത്തികയാണെന്നുള്ള വിവരം കുറച്ചു പേർക്കേ അറിയൂ. എന്നാൽ മുഴുവൻ ആളുകളെയും അക്കാര്യം ബോധ്യപ്പെടുത്തുകയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ശ്രമമൊക്കെ നടത്തുന്നത്. അതിന് ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് ഈ സത്യഭാമയുടെ തീരുമാനമാണെന്ന് സത്യഭാമ രാഘവൻ നായരെ വെല്ലുവിളിക്കുന്നു. ശാലിനി എനിക്ക് വെറും ഒരു പരിചയക്കാരി മാത്രമാണ്, അല്ലാതെ ഇനി ഒരിക്കലും അവൾ എൻ്റെ മരുമകളല്ല.
ഈ സത്യഭാമയ്ക്ക് മരുമകളുള്ളത് ദാ ഇവളാണ്, ഈ കാർത്തിക. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാർത്തികയും വിളിച്ച് സത്യഭാമ അകത്തേക്ക് കയറിപ്പോന്നു. പിന്നീട് കാണുന്നത് വിഷ്ണു പപ്പിമോളുടെ സങ്കടം മാറ്റുവാനായി നേരെ മുകളിലേക്ക് എത്തി. അവിടെ ആ സിറ്റിയിലേക്ക് പപ്പിമോളെ പിടിച്ചിരുത്തി. എന്നിട്ട് വിഷ്ണു ചോദിച്ചു, അതെ വിഷ്ണു അച്ഛൻ ഇപ്പോൾ വരാം, മുളങ്ങും പോലെ ഇവിടെ ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് പപ്പി അവിടെ ഇരുന്നു. അപ്പോഴേക്കും വിഷ്ണു വേഗം പോയിട്ട് ചോക്ലേറ്റുമായിട്ട് വന്നു. ദാ ഇത് പപ്പിമോൾക്ക് വേണ്ടി വാങ്ങിയതാ വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞതും ചോക്ലേറ്റ് കണ്ടതോടെ വലിയ സന്തോഷമായി പപ്പിക്ക്. ഓ, അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ, ദാ ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു, വേണ്ട വേണ്ട വിഷ്ണു അച്ഛാ, എനിക്ക് വെള്ളം വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല, ഈ വെള്ളം കുടിച്ചേ പറ്റൂ, എന്നിട്ടേ ഈ ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുള്ളൂ. വെള്ളം കുടിച്ചേ എന്ന് പറഞ്ഞ് വിഷ്ണു നിർബന്ധപൂർവ്വം ആ വെള്ളം പപ്പിയുടെ കയ്യിലേക്ക് കൊടുത്തു. പപ്പി അത് വാങ്ങി കുടിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, മുഴുവൻ കുടിക്കടി. അങ്ങനെ ആ വെള്ളം മുഴുവനായി പപ്പി കുടിക്കാൻ വിഷ്ണു നിർബന്ധിച്ചു. കുറച്ചുകൂടി വെള്ളം കുടിച്ചതിന് ശേഷം ബാക്കി വെള്ളം വിഷ്ണുവും കുടിച്ചിട്ട് നേരെ അത് തിരിച്ചവിടേക്ക് വെച്ചു. എന്നിട്ട് വിഷ്ണു പപ്പി മോളോട് ചോദിച്ചു, അല്ല ആര് പറഞ്ഞിട്ടാ മോള് വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ പപ്പി പറഞ്ഞു, ആരും പറഞ്ഞിട്ടല്ല വിഷ്ണു അച്ഛാ, ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് പോയതാ. വിഷ്ണു അച്ഛൻ്റെയും കാർത്തികാൻ്റെയും കല്യാണം നടക്കാതിരിക്കാനാ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, അത് മനസ്സിലായി. അല്ല എന്താ ആൻറ്റി ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു, വേണ്ട വിഷ്ണു അച്ഛാ, ആ ആൻറ്റി ചീത്തയാ, വിഷ്ണു അച്ഛന് ചേരുന്നത് ചേച്ചിയമ്മയാ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, അത് വിഷ്ണു അച്ഛനും അതാ ഇഷ്ടം. പക്ഷേ വിഷ്ണു അച്ഛൻ ആകെ അബദ്ധം കാണിച്ചു പോയില്ലേ, വിഷ്ണു അച്ഛനായിട്ട് തന്നെയല്ലേ അവളെ സഹായിക്കാനായി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. പക്ഷേ സത്യാമ്മയ്ക്കിപ്പോൾ ചേച്ചിയമ്മയുമായിട്ടുള്ള വിവാഹത്തിന് ഇഷ്ടമില്ലല്ലോ. വിഷ്ണു അച്ഛനെ ആ ആൻറ്റിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന നിർബന്ധത്തിലല്ലേ, അതിനുള്ള ഒരുക്കങ്ങളല്ലേ നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, അതിനല്ലേ വിഷ്ണു അച്ഛാ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, പക്ഷേ കുഞ്ഞുകുട്ടികൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ എല്ലാവരും ആകെ വിഷമത്തിലായില്ലേ. സത്യത്തിൽ ഞാൻ തന്നെയാണ് കാർത്തിക എന്ന് പറയുന്ന ആ ആൻറ്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അത് വിഷ്ണു അച്ഛനെ പറ്റിയൊരു അബദ്ധ. അവളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ അതങ്ങനെ ചെയ്തത്. പക്ഷേ അതിങ്ങനെ ഒരു പ്രശ്നമായി മാറുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്ന് വിഷ്ണു പപ്പി മോളോട് പറഞ്ഞു. അപ്പോഴാണ് അന്ന് നടന്ന സംഭവങ്ങൾ വിഷ്ണു ആലോചിച്ചപ്പോൾ അന്ന് ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരാഴ്ചത്തേക്ക് നിൽക്കാനായി കാർത്തികയോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഏതെങ്കിലും കൂട്ടുകാരിമാരുടെ വീട്ടിൽ നിന്നാൽ അവിടെ വന്ന് പൂച്ചയെ പൊക്കുന്ന ലാഘവത്തോടെ അച്ഛൻ എന്നെ പൊക്കുമെന്നായിരുന്നു അന്ന് കാർത്തികയുടെ മറുപടി. അത് ഓർത്തുകൊണ്ട് വിഷ്ണു ആലോചിച്ചു, അപ്പോൾ അവൾക്ക് ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട്. അയ്യോ, ഞാൻ അക്കാര്യം ഓർത്തില്ലല്ലോ എന്ന് വിഷ്ണു ആലോചിച്ചതും പെട്ടെന്ന് പപ്പിമോള് ചാടി എഴുന്നേറ്റു. അല്ല എങ്കിലും അവരിപ്പോൾ എവിടെയായിരിക്കും എന്ന് വിഷ്ണു ആശങ്കപ്പെട്ടു. അപ്പോഴേക്കും പപ്പി ചോദിച്ചു, വിഷ്ണു അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, പറയല്ല മോളെ, ഇനി പ്രവർത്തിക്കുക വേണ്ടത് എന്ന് വിഷ്ണു പറഞ്ഞു. അതിന് ഒരാളുടെ സഹായം കൂടി വേണം, ഒരേ ഒരാളുടെ സഹായം എന്ന് വിഷ്ണു പപ്പിയോട് അറിയിച്ചു. അതാരാണെന്ന് അറിയാനായിട്ട് വിഷ്ണു ആ സഹായം ആരോടാണ് അഭ്യർത്ഥിക്കുന്നത് എന്ന് മനസ്സിലോർത്ത് നേരെ വിഷ്ണു ശാലിനിയെ കാണാനായി നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വന്നെത്തി. വണ്ടി വന്ന് നിർത്തിയ ശബ്ദം കേട്ട് ശാലിനി വേഗം ഉമ്മറത്തേക്ക് എത്തി. അപ്പോഴേക്കും വിഷ്ണുവിനെ കണ്ടതോടെ ശാലിനി വലിയ സന്തോഷത്തിലായി. വിഷ്ണുവേട്ടൻ അവിടേക്ക് വന്നു എന്നത് ശാലിനിയെ സംബന്ധിച്ച് വലിയ അതിശയമായിപ്പോയി. വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് നടന്നു വന്നതും ശാലിനി വേഗം പുറത്തേക്കിറങ്ങി വിഷ്ണുവിനെ ലക്ഷ്യം വെച്ച് നടന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അരികിലേക്ക് എത്തിയത് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, അതെ വേറെ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഓഫീസിലേക്ക് ഇപ്പോൾ ധൃതി പിടിച്ച് പോകണ്ട, വേറെ തിരക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഓഫീസിലേക്ക് പോകണം, തിരക്കുകളുണ്ട്, പക്ഷേ അതൊന്നും വിഷ്ണുവേട്ടനേക്കാൾ വലുതല്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് മറുപടി നൽകി. ഉടനെ വിഷ്ണു പറഞ്ഞു, ഞാൻ പറയാൻ വന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, മുമ്പൊരു വട്ടം വിഷ്ണുവേട്ടൻ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നു എന്ന് കാർത്തികയുടെ പേര് പറഞ്ഞതിന് ശേഷം വിഷ്ണുവേട്ടൻ മടങ്ങി. അന്ന് അച്ഛൻ വന്ന് അങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് വിഷ്ണുവേട്ടൻ ദേഷ്യത്തോടെ ഇവിടെ നിന്ന് തിരികെ പോയി എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, അന്ന് അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സാകെ ഇടിഞ്ഞുപോയി, അതുകൊണ്ടാണ് ഞാൻ മടങ്ങിപ്പോയത്. ഇപ്പോൾ ഞാൻ വന്നത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു. ഉടനെ ശാലിനി ചോദിച്ചു, എനിക്ക് അന്ന് നടന്ന സംഭവങ്ങൾ അത് തനിക്കറിയാമല്ലോ, അതിനുശേഷം പിന്നെ പപ്പിമോളെ കാണാനില്ലാതായി.
അതിനെക്കുറിച്ചൊക്കെ തനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എല്ലാം എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിച്ചതും ശാലിനി പറഞ്ഞു, എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം എന്താ അത് പറ വിഷ്ണുവേട്ടൻ, അതും വിഷ്ണുവേട്ടൻ്റെ നവവധുവായ കാർത്തികയെക്കുറിച്ച് എന്ന് ശാലിനി ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതെ കാർത്തികയെക്കുറിച്ച് തന്നെ ഞാൻ പറയാൻ വന്നത്. കാർത്തിക നവവധു തന്നെയാണ്, പക്ഷേ എൻ്റെ അല്ല, മറ്റൊരാളുടെ എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു, ആ മറ്റൊരാളുടെ പേര് ജയശങ്കർ. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ കാർത്തികയുടെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ കാർത്തികയ്ക്ക് ഒരു കാമുകനുണ്ട്, ഹർഷൻ. ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു, അപ്പോൾ എല്ലാം ശാലിനിക്ക് അറിയാമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഞാൻ ഏതെങ്കിലും LD ക്ലർക്ക് അല്ല എന്ന കാര്യം വിഷ്ണുവേട്ടൻ മറക്കരുത്. എൻ്റെ കയ്യിൽ ഫോൺ വഴിയോ മൊബൈൽ വഴിയോ ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ഏതെങ്കിലും ഡിവൈസ് മുഖേന എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ എത്തിച്ചേരും. അങ്ങനെ ഒരു പൊസിഷനിലാണ് ഞാനെന്നുള്ള കാര്യം വിഷ്ണുവേട്ടൻ മറന്നു എന്ന് ശാലിനി പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, ശരിയാ, എല്ലാ രീതിയിലും തനിക്ക് അറിയാൻ കഴിയും കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്, എല്ലാം മനസ്സിലാക്കാനും കഴിയും. പക്ഷേ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനോ ഇന്ത്യ ഭരിക്കുന്ന ഏത് ഭരണാധികാരിക്കോ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യമുണ്ട് ഈ ലോകത്ത്. അത് ഒരു മനുഷ്യന്റെ മനസ്സാണ്. ആ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ആ മനുഷ്യൻ പറയാറിയണം ആർക്കും അറിയില്ല എന്ന് ശാലിനിയോട് വിഷ്ണു പറയുന്നു. എന്താ അങ്ങനെയല്ല എന്ന് തനിക്ക് എതിർപ്പ് പറയാൻ കഴിയുമോ എന്ന് വിഷ്ണു ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഇല്ല വിഷ്ണുവേട്ടാ, അത് സത്യം തന്നെയാണ്. പണ്ട് മനസ്സ് മാനത്ത് കണ്ടു എന്നൊക്കെ പറയും, അതൊക്കെ വെറും പഴഞ്ചൊല്ല് മാത്രമാണ്. അങ്ങനെയൊന്നും സാധിക്കില്ല, പ്രത്യേകിച്ച് ഈ ശാലിനിക്ക്. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ തന്നെ എന്നോട് പറ, എന്താ വിഷ്ണുവേട്ടന് പറയാനുള്ളത്? കാർത്തികയെക്കുറിച്ചുള്ള കാര്യം എന്താണെന്ന് എന്നോട് പറ, എനിക്ക് വിഷ്ണുവേട്ടൻ്റെ നാവിൽ നിന്ന് തന്നെ അറിയണം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, പറയാം, അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. അന്ന് മരുശ്രീയുമായിട്ട് നിർബന്ധപൂർവം എന്നെ വിവാഹം കഴിപ്പിക്കാനായി അമ്മ തയ്യാറെടുത്ത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് തനിക്ക് ഓർമ്മയില്ലേ? അന്ന് ആ വിവാഹം മുടക്കാനായിട്ട് ശാരദാമ്മയും താനും കൂടി അന്ന് ആ ക്ഷേത്രത്തിൽ വന്നിരുന്നു എന്ന് ശാലിനിയോട് വിഷ്ണു പറയുന്നു. അത് കേട്ടതും ശാലിനി അത് ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു അന്ന് ആ മലമുകളിൽ ചെന്ന് ആ പാറക്കെട്ടിലേക്ക് ചാടി സ്വയം ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ച നിമിഷത്തെക്കുറിച്ച് ശാലിനിയോട് വിഷ്ണു പങ്കുവയ്ക്കുന്നു. പിന്നീട് ശാലിനിയുടെ മുന്നിൽ സത്യങ്ങളെല്ലാം വിഷ്ണു വെളിപ്പെടുത്തി. കാർത്തിക ആരാണെന്നും കാർത്തികയുടെ അച്ഛനമ്മമാരെ കുറിച്ചും എല്ലാം അറിഞ്ഞതോടെ ശാലിനി ആ അഡ്രസ്സിലുള്ള ആളുകളെ കണ്ടെത്താനായി പുറപ്പെടുന്നു. അങ്ങനെ ആ അഡ്രസ്സ് കണ്ടെത്തി കാർത്തികയുടെ വീട്ടിലേക്ക് എത്തിയതും ആ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ശാലിനിയും അനുപല്ലവിയും ആകെ നിരാശരായി. അപ്പോഴാണ് അയൽവാസി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞത്, അവര് കുറെ നാളായി ഇവിടുന്ന് പോയല്ലോ എന്ന്. ആ വാക്കുകൾ കേട്ടതോടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന വേദനയിലായി ശാലിനി. അവസാനമുണ്ടായിരുന്ന ഒരു തുറുപ്പ് ചീട്ടെന്നും അവസാനമുണ്ടായിരുന്ന പ്രതീക്ഷയെന്നും കരുതി അതും അവസാനിച്ചെന്ന നിരാശയിൽ ശാലിനി അവിടെ ഒരു കത്തെഴുതി വെച്ചിട്ട് മടങ്ങുന്നു.